ഏറെ ശ്രേഷ്ഠമായ ശബരിമലയിലെ അരവണ പ്രസാദത്തിൽ ഉപയോഗിച്ച് ഏലക്കയിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ദേവസ്വം ബോർഡിന് നഷ്ടമായത് 9 കോടി രൂപയാണ്. 6.65 ലക്ഷം ടിൻ അരവണയാണ് ദേവസ്വം ബോർഡ് സ്വന്തം ചെലവിൽ നശിപ്പിച്ചത്. 2021-22 കാലയളവിലായിരുന്നു സംഭവം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വലിയൊരു നഷ്ടത്തിന്റെ കണക്കാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായും ഏറ്റവും വലിയ ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു വിവാദമായിരുന്നു ഈ അരവണയിൽ ചേർത്തിരുന്ന ഏലക്കയിൽ വിഷാംശം കണ്ടെത്തിയ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഭക്തരെ സംബന്ധിച്ചോളം ഏറെ വേദന ഉണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യങ്ങളൊന്നാണ് അരവണ. ഈ അരവണ പ്രസാദമാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാന വഴിപാടുകൾ ഒന്നുകൂടി. അതുതന്നെ ഇത്തരത്തിൽ ഭക്തരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും അന്ന് ഉണ്ടായിരുന്ന. അത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഇടവരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി നിന്നിരുന്നു. അതിനൊടുവിലാണ് ഈ അരവണ പൂർണ്ണമായും നശിപ്പിക്കാനായി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ശബരിമലയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് അതിനുശേഷമായിരുന്നു ഇത് നശിപ്പിച്ചത്. അങ്ങനെ ഏതാണ്ട് 9 കോടി രൂപയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്കായി ദേവസ്വം ബോർഡിന് ചിലവാക്കേണ്ടി വന്നത്. ഭക്തർ കാണിക്കയായി ഇട്ട പണമാണ്. ഭക്തർ ശബരിമലയുടെ വികസനത്തിനായി ഭഗവാനായി കാണിക്കയിട്ട ഒരു പണമാണ് ഇത്. ഈ 9 ലക്ഷം രൂപയാണ് ഈ കേവലം ഈ ഒരു അശ്രദ്ധയുടെ പേരിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു മേൽനോട്ടമില്ലാത്തതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിന് നഷ്ടമായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമാണ് ശബരിമലയിലെ അരവണ പ്രസാദം. അത് കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയായിരുന്നു. എന്തായാലും 9 ലക്ഷം രൂപയാണ് ഈ ദേവസ്വം ബോർഡിന് ഈ ഒരു ഇനത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. അല്ലെങ്കിൽ ആർക്കുമില്ലാതെ നഷ്ടമായി എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത കുറവ് അത് ശബരിമലയുടെ വികസനത്തിന് ഉതകുന്ന അല്ലെങ്കിൽ ഭക്തരുടെ സൗകര്യത്തിന് വേണ്ടി കരുതേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട പൈസ തന്നെയാണ് ഇവിടെ നഷ്ടമാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 9 കോടി രൂപയാണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ദേവസ്വം ബോർഡിന് ഒന്നുമല്ലാതെ നഷ്ടമായിരിക്കുന്നത്. Yes.